ശങ്കരനാരായണന്റെ അമ്മയും അമ്മാവനും ഇതേ രോഗത്തിന് അടിമകളായിരുന്നു. അവരും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മക്കളടക്കമുള്ള അടുത്ത ബന്ധുക്കളാരും ശങ്കരനാരായണനെ തേടി വരാത്തതിന് ഒരു കാരണമുണ്ട്. അവരാരും ദുഷ്ടന്മാരോ അലിവില്ലാത്തവരോ ആയതുകൊണ്ടല്ല, അവരിലും ഇതേ രോഗത്തിന്റെ വിത്തുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. സ്നേഹം, മനുഷ്യബന്ധങ്ങൾ, ഇതൊക്കെ ഇത്തരം രോഗികളിൽ കുറവായിരിക്കും. എന്നാൽ ശങ്കരനാരായണനെ കാണാൻ ഒരു സ്നേഹിതൻ വരുമായിരുന്നു, അയ്യപ്പൻ. അയാൾ മാനസിക രോഗിയായിരുന്നില്ല. അതുകൊണ്ടാണ് സ്വന്തം കൂട്ടുകാരനോട് അയാൾക്ക് ദയവുണ്ടായത്. സോറി, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ ഇത്തരം ചിത്തഭ്രമത്തിന് പിന്നീട് ചികിത്സ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ശങ്കരനാരായണന് മക്കളോ അടുത്ത ബന്ധുക്കളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അറിയാമെങ്കിൽ അവരും ഈ രോഗബാധയുടെ അപകട മേഖലയിലാണെന്ന് അറിയുക. കഴിയുമെങ്കിൽ അവരെ ഈ വിവരം അറിയിക്കുക. ഏർലി സ്റ്റേജിൽ ചികിത്സ തുടങ്ങിയാൽ ഒരുപക്ഷെ രക്ഷിക്കാൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും എൻ്റെ ഒരു നിരീക്ഷണം പറയാം. ഒരു രോഗിയുടെ മരണശേഷമാണ് സാധാരണയായി അടുത്ത തലമുറയെ ഈ രോഗം ശരിക്കും ബാധിച്ചു തുടങ്ങാറുള്ളത്. ദൈവകോപം എന്നൊക്കെ പഴമക്കാർ പറയും. സ്പെസിഫിക്കായി പറഞ്ഞാൽ തലമുറകളുടെ കർമ്മദോഷം അല്ലെങ്കിൽ പാപഭാരമാണ് മാനസിക രോഗങ്ങൾക്ക് കാരണം. രോഗശമനം ലഭിക്കാതെ, ജീവിത സുഖങ്ങൾ അനുഭവിക്കാതെ, സ്വന്തം ദൗത്യങ്ങൾ നിർവഹിക്കാതെ, കാലസമ്പൂർണത എത്താതെ ഒരു രോഗി മരണത്തിന് അടിമപ്പെടുമ്പോൾ അയാളുടെ ആത്മാവ്, സോൾ അല്ലെങ്കിൽ കോൺഷ്യസ്നസ്, അത് മരണപ്പെടുന്നില്ല. ഒരു ശരീരം മരിക്കുമ്പോൾ മരണമില്ലാത്ത ആത്മാവ് ജീവനുള്ള അടുത്ത ശരീരത്തെ തേടും. മരിക്കുന്ന ആ ഒരു പോയിന്റിൽ മാത്രമല്ല, ജീവിച്ചിരിക്കെ തന്നെ ആത്മാവിൻ്റെ ട്രാൻസ്ഫറിങ് ആരംഭിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന തൊട്ടടുത്ത ബന്ധുക്കളിലാണ് മരിച്ചവരുടെ ആത്മാവ് പിന്നീട് വസിക്കുന്നത്. സഹോദരങ്ങളിൽ, മക്കളിൽ, മക്കളുടെ സ്ഥാനമുള്ള തൊട്ടടുത്ത രക്തബന്ധങ്ങളിൽ. മാനസിക രോഗങ്ങൾ മാത്രമല്ല, എല്ലാ പാരമ്പര്യ രോഗങ്ങളും, സ്വഭാവ വൈചിത്ര്യങ്ങളും, അഭിരുചികളും, കഴിവുകളും, കഴിവുകേടുകളും എല്ലാം ആത്മാവിൻ്റെ തുടർ പ്രക്രിയയാണ്. എവിടെയാ അമ്മ? ആരുമില്ലേ അമ്മ? അമ്മ തൊണ്ട വരളുന്നു, വെള്ളം വേണം അമ്മ. ആരുമില്ല. ഫ്രിഡ്ജ് അവിടെ, ഫ്രിഡ്ജ് അവിടെ.
അമ്മ കാണിക്കുന്നു. അച്ഛാ